ശ്രീ എ റഹീം, ഇവിടെ കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ BJP പാനലിസ്റ്റിന്റെ അക്കാര്യത്തിലുള്ള മറുപടി, രാജ്യത്തിനാകമാനം പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ പലതിൻ്റെയും വിഹിതം കേരളത്തിന് സ്വാഭാവികമായും കിട്ടേണ്ടതാണ്, അതുകൊണ്ട് കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന നെഗറ്റീവ് ഉണ്ടാക്കരുത് എന്നതാണ്. ഒരു ബജറ്റ് പ്രഖ്യാപനത്തിൽ ഒരു സർവോന്മുഖമായ വളർച്ചയാണ് എപ്പോഴും ഒരു ധനമന്ത്രി ലക്ഷ്യമാക്കേണ്ടതെന്നിരിക്കെ ചില സംസ്ഥാനങ്ങളോട് കടുത്ത രാഷ്ട്രീയമായ ഒരു ഐത്തം, അതിപ്പോൾ രാജ്യം മൊത്തം വളരുന്ന ഏത് പദ്ധതി പ്രഖ്യാപിച്ചാലും നിങ്ങൾ വളരണ്ട എന്ന ഒരു കടുത്ത വിരോധം പ്രവർത്തിച്ചു എന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുമോ? അല്ല, അങ്ങനെയാണെങ്കിൽ രാജ്യത്താകെ പ്രഖ്യാപിച്ച കാര്യങ്ങളുടെ ഒരു ഡിവിഡൻഡ് കേരളത്തിന് കിട്ടും എന്നതാണ് BJP പാനലിസ്റ്റിന്റെ വിശദീകരണം. എങ്കിൽ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, രാജ്യത്താകെ ഉണ്ടാകുന്ന കടുത്ത തകർച്ചയുടെ വിഹിതവും കേരളം പേറേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് സമ്മതിക്കുമല്ലോ. ഇപ്പോ കഴിഞ്ഞ തുടർച്ചയായ 3 പാദങ്ങളിലായി രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഇടിയുകയാണ്. അത് എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ അംഗീകരിക്കുന്നു. അപ്പോൾ ഞാൻ ശ്രീ ജയചന്ദ്രനോട് ചോദിക്കുന്നത്, 8.5-ൽ നിന്ന് 6.5-ലേക്ക് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 3 പാദത്തിലെ കടുത്ത സാമ്പത്തിക വളർച്ചയില്ലായ്മ, മുരടിപ്പ് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്നുണ്ടല്ലോ. അതിന്റെ ഷെയർ കേരളത്തെ സംബന്ധിച്ചല്ലോ. ഇങ്ങനെ ഓരോ കാര്യമായിട്ട് എടുക്ക്. ഇപ്പോൾ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, രാജ്യത്ത് നമ്മുടെ വ്യവസായിക മേഖലയിൽ 11%, സേവന മേഖലയിലും വ്യവസായ മേഖലയിൽ 6% വളർച്ച മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ മുമ്പ് വ്യവസായിക മേഖലയിലാണെങ്കിൽ 12% പോയിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽദാതാവാണ് ഈ വ്യവസായിക മേഖല, MSME സെക്ടറൊക്കെ. ഇപ്പോൾ MSME സെക്ടർ ഉൾപ്പെടെ രാജ്യത്ത് സാമ്പത്തിക വളർച്ച പ്രകടിപ്പിക്കുന്നില്ല. അതിൻ്റെ ദുരിതം, അതിൻ്റെ കുറവ് കേരളത്തിലും ഉള്ളവരും ബാധിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുമല്ലോ. അങ്ങനെ ദുരിതങ്ങളുടെ പങ്കുവെക്കലും നമ്മളുണ്ടല്ലോ. നിങ്ങൾ ഈ നേട്ടമുണ്ടാകുന്നു എന്ന് പറയുന്നത് എവിടെയാണ് നേട്ടമുണ്ടാകുന്നത്? രാജ്യത്തിൻ്റെ പൊതുവായ ഏതു കാര്യത്തിലാണ്? വളർച്ചയില്ല എന്ന് എക്കണോമിക് സർവേ റിപ്പോർട്ട് തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പൊതുവായ ദുരന്തം, വിലക്കയറ്റം രൂക്ഷമാകുന്നു, രാജ്യത്ത് ഇന്ധന വില വർധന അതിരൂക്ഷമാണ്, തൊഴിലില്ലായ്മ അതീവ രൂക്ഷമാണ്. അപ്പോൾ അതിന്റെ ഡിവിഡൻറ്റും കേരളത്തിന് ലഭിക്കുന്നുണ്ട്, അതിന്റെ ഡിവിഡൻറ്റും കേരളത്തിലുള്ളവർ പേറേണ്ടി വരുന്നുണ്ട് എന്ന് അങ്ങ് മറന്നു പോകരുത്. അതുകൂടി സമ്മതിക്കണം. രാജ്യത്തിന്റെ ചെറുകിട വ്യാപാര മേഖല, ആ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കാനുള്ള, അസംഘടിത മേഖലയെ സംരക്ഷിക്കാനുള്ള എന്തു പദ്ധതിയാണ് നിങ്ങൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്? രാജ്യത്ത് ഗിഗ് എക്കോണമി എത്രയാണുള്ളത്? രാജ്യത്ത് ഇന്ന് ഗിഗ് എക്കോണമി എന്ന് പറയുന്നത് 39.51 കോടി ആളുകളാണ് ഗിഗ് വർക്കേഴ്സിന്റെ എണ്ണം. മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയിൽ ഞാൻ മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ 39.5 കോടി ജനങ്ങളുടെ ദുരിതം, അവർ എന്തുകൊണ്ടാണ് ഈ ഗിഗ് എക്കോണമിയിലേക്ക്, അസംഘടിത മേഖലയിലേക്ക് തള്ളിവിടപ്പെടുന്നത്? എന്തുകൊണ്ട് തള്ളിവിടപ്പെടുന്നു? സ്ഥിരം ജോലി ഇല്ലാതെ വരുന്നതിനാണ്. നിങ്ങൾ നോക്കൂ, റെഗുലർ സാലറീഡ് ജോബ് 22.8% നിന്ന് 21.7% കുറഞ്ഞു. നിങ്ങളുടെ എക്കണോമിക് സർവേ റിപ്പോർട്ടാണ്. അപ്പോൾ സ്ഥിര വരുമാനം ലഭിക്കുന്ന ജോലികൾ 22.8% നിന്ന് 21.87% കുറഞ്ഞതിന്റെ ദുരിതവും കേരളത്തിന് ലഭിക്കുന്നുണ്ടല്ലോ. നേട്ടത്തിന്റെ ഡിവിഷൻ ഇങ്ങനെ കേരളത്തിന് വരുമെന്നാണല്ലോ നിങ്ങളുടെ തിയറി. അങ്ങനെ ഇത് ലഭിക്കുന്നില്ലേ? ഇനി നിങ്ങൾ നേരത്തെ ഇദ്ദേഹം നൌഷാദ് അലി പറഞ്ഞതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറയുകയാണ്. എക്കണോമിക് സർവേ റിപ്പോർട്ടാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലാഭം 22.3% വർദ്ധിച്ചു ഈ കാലയളവിൽ. കോർപ്പറേറ്റ് ലാഭം അപ്പം പറയുമ്പോൾ അങ്ങനെ കോർപ്പറേറ്റുകൾ ലാഭം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ കൂടുമല്ലോ, അവരുടെ വരുമാനം കൂടുമല്ലോ, അതിലൂടെ വാങ്ങൽ ശേഷി കൂടുമല്ലോ. ഇല്ല, അടുത്ത വരി നോക്കൂ. എന്നാൽ വേജ് റേറ്റ് മന്ദഗതിയിലാണ്. എക്കണോമിക് സർവേ റിപ്പോർട്ടാണ്. അപ്പോൾ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്ക് ലാഭമുണ്ടാക്കാൻ കഴിയും. രാജ്യത്ത് വലിയ സാമ്പത്തിക വളർച്ചയുടെ പാതയിലൂടെ കടന്നു പോവുകയാണെന്നത് കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് റഹീം പറയുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. നേരത്തെ മല്ലിക ഉൾപ്പെടെ എല്ലാവരും, നിഷാദ് ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് പറയുന്നത്, ഈ നമ്മുടെ ഈ എന്താ പറയാ, ടാക്സ് ഈ 12 ലക്ഷത്തിന്റെ ഗിമ്മിക്ക് വന്നല്ലോ, അതോടുകൂടി ടാക്സ് എക്സെപ്ഷനോടുകൂടി ആ മിഡിൽ ക്ലാസിന്റെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കും. 140 കോടിയിലധികം ഇന്ത്യക്കാരുള്ള രാജ്യത്ത് 2 കോടി മാത്രമാണ് ടാക്സ് അടയ്ക്കുന്ന ആകെയുള്ളവരുടെ എണ്ണം. ആ 2 കോടി പേരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ചത് കൊണ്ട് രാജ്യത്തിന്റെ എക്കോണമിയിൽ എന്ത് ഗ്രോത്താണ് ഉണ്ടാവുക?
എന്ത് ഇമ്പാക്ട് ആണ് ഉണ്ടാവുക? ശരി, ശരി, രാജ്യത്തെ എക്കോണമിയിൽ ആളുകളുടെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ശരി, എവിടെയാണോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അവിടെ മഹാഭൂരിപക്ഷമുള്ള ആളുകൾ ആരാണ്? അവിടുത്തെ സൊസൈറ്റിയുടെ സ്വഭാവം എന്താണ്? അതിനനുസരിച്ച് ബജറ്റ് ഡിസൈൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് രാജ്യത്തെ പൊതുവായി ഇത് കാണുന്നില്ല എന്നാണ്.